എവിടെയാണ് പൈശാചിക ലോകം നമ്മളോട് യുദ്ധം ചെയ്യുന്നത്? എവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫൈറ്റുകൾ അനുഭവിക്കുന്നത്? ഒന്ന്, നമ്മുടെ ഫാമിലി. രണ്ട്, നമ്മുടെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം. മൂന്ന്, നമ്മുടെ പ്രവർത്തന മേഖല. ഇതിനെയെല്ലാം ജയിക്കാൻ, ഇതിനെയെല്ലാം ഓവർകം ചെയ്യാൻ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമുണ്ടാകാൻ, അനുഗ്രഹിക്കപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാകാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ, കുഞ്ഞുങ്ങൾ ബ്ലസ്ഡ് ആകാൻ, പ്രവർത്തന മേഖലകൾ അനുഗ്രഹമാകാൻ, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വളർച്ചയും ആരോഗ്യപൂർണമാകാൻ must we need the power of God. ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ആ വാക്ക് തുടങ്ങുന്നത് ഫൈനലി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഫൈനലി, മൈ ബ്രദറൻ, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. ഫൈനലി, ഒടുവിൽ, ഈ അവസാനമായി, ഒടുവിലായി എന്ന് പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുമ്പോൾ അതിനൊരു തുടക്കമുണ്ട്. ഒരു ക്രിക്കറ്റ് കളി ഫൈനലിൽ എത്തണമെങ്കിൽ, ഒരു ഫുട്ബോൾ കളി ഫൈനലിൽ എത്തണമെങ്കിൽ അതിന് മുൻപ് ഒത്തിരി റൗണ്ട് കളി കഴിഞ്ഞിട്ടുണ്ട്, ഗെയിം നടന്നിട്ടുണ്ട്. പൈശാചിക ലോകത്തോട്, സാത്താന്യ മേഖലയോട് ദിനം പ്രതി പോരാടി വിജയം കൈവരിക്കേണ്ട ഒരു യുദ്ധഭൂമിയിലാണ് ഒരു ദൈവ പൈതൽ എന്ന സത്യം പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. 3 പ്രധാന യുദ്ധമേഖലകൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എവിടുന്നാണ് വരുന്നതെന്നറിയാം. ഒന്ന്, നമ്മുടെ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത് ഫാമിലിയാണ്, കുടുംബമാണ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പൈശാചിക മേഖലകൾ ശ്രമിക്കുമ്പോൾ, ഒരു ഭാര്യയുടെ കടമ, ഒരു ഭർത്താവിൻ്റെ കടമ ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ ഒരു മേഖല നിങ്ങൾ ജയിച്ചു. 100% നിങ്ങൾ ജയിച്ചു. അടുത്ത മേഖലയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കളെന്ന് പറയുന്നത്. നമ്മളിനി എത്ര സമ്പാദിച്ചാലും, നമ്മൾ എത്ര പ്രശസ്തരായാലും, നമ്മൾ എത്ര പണമുണ്ടാക്കിയാലും, നമ്മൾ എത്ര പാട്ട് പാടിയാലും, നമ്മൾ എത്ര പ്രസംഗിച്ചാലും, നമ്മളിനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, നമ്മുടെ തലമുറകൾ വഴിതെറ്റിപ്പോയാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ നകന്നു പോയാൽ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു യുദ്ധമായിരിക്കും. ഒരിക്കലും നമുക്ക് മാനസികമായി മനസ്സിന് സന്തോഷമുണ്ടാക്കത്തില്ല. അതുകൊണ്ട് മക്കളോട് എങ്ങനെയാണ് ഒരപ്പൻ, ഒരമ്മ പെരുമാറേണ്ടത് എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വെറുതെ കോപിപ്പിക്കരുത്. അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കണം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ, തൊട്ടേനും പിടിച്ചേനും എല്ലാം ഈ പിള്ളേരെ എടുത്തിട്ട് വഴക്ക് പറഞ്ഞ്, ചീത്ത പറഞ്ഞ്, അടിച്ച് പിടിച്ച് വെറുപ്പിക്കാതെ എന്ന് വെച്ച് സൈലൻ്റ് ആയിരിക്കണമെന്നല്ല. കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ ചേർത്ത് പിടിച്ച് അവരെ നിങ്ങൾ വളർത്തണം. 3-ാമത്തെ കാറ്റഗറി ദാസന്മാരും യജമാനന്മാരുമാണ്. നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഒരു കമ്പനി നടത്തുന്ന ആളായിരിക്കും. ഞാനെന്ന ഭാവത്തോടു കൂടെ, ഞാനാണ് അതിൻ്റെ സംഭവം, ബാക്കിയുള്ളവരെല്ലാം എൻ്റെ അടിമകളാണ് എന്ന നിലയിൽ ഒരിക്കലും പെരുമാറുന്നവരാകരുത്. അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് 9-ാം വാക്യത്തിൽ, യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളിനോട് ഒരു ബോസി മനോഭാവത്തോടുകൂടെ അവനെ തകർക്കുവാൻ, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ, അവനെ കാൽ കീഴിൽ കൊണ്ടുവരുവാൻ അവനോട് പെരുമാറുമ്പോൾ, ബൈബിൾ പറയുന്നു, യജമാനന്മാരെ, നേതൃത്വത്തിൽ നിൽക്കുന്നവരെ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയും നിങ്ങളുടെയും യജമാനൻ ഒറ്റ ഒരാളാണ്. ആ യജമാനൻ സ്വർഗത്തിൽ ഇരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട് എന്ന ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകണം. വേർ ഈസ് അവർ ബാറ്റിൽ ഫീൽഡ്? എവിടെയാണ് പൈശാചിക ലോകം നമ്മളോട് യുദ്ധം ചെയ്യുന്നത്? എവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫൈറ്റുകൾ അനുഭവിക്കുന്നത്? ഒന്ന്, നമ്മുടെ ഫാമിലി.
2, നമ്മുടെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം. 3, നമ്മുടെ പ്രവർത്തന മേഖല. പൗലോസ് പറയുന്നു, ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു, ഒടുവിൽ ഫൈനലി കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഇതിനെയെല്ലാം ജയിക്കാൻ, ഇതിനെയെല്ലാം ഓവർകം ചെയ്യാൻ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമുണ്ടാകാൻ, അനുഗ്രഹിക്കപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാകാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ, കുഞ്ഞുങ്ങൾ ബ്ലസ്ഡ് ആകാൻ, പ്രവർത്തന മേഖലകൾ അനുഗ്രഹമാകാൻ, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വളർച്ചയും ആരോഗ്യപൂർണമാകാൻ, must we need the power of God.